ഒപ്പം ഇപ്പോൾ ചേരുന്നത് ഈ മന്ത്രിസഭയിലെ വനിതാ സാന്നിധ്യമായിട്ടുള്ള കോങ്ങാട്ട് MLA KA തുളസിയാണ്. മിനിസ്റ്റർ സ്വാഗതം. താങ്ക് യു. 24 മണിക്കൂർ സത്യപ്രതിജ്ഞ ചെയ്ത് കഴിയുന്ന ഒരു മന്ത്രിയായുള്ള പകൽ കൂടി പിന്നിടുകയാണ്. എങ്ങനെയായിരുന്നു ആ അനുഭവം? മന്ത്രി എന്ന നിലയിൽ സ്വയം പരുവപ്പെട്ട് കഴിഞ്ഞോ? ഇന്ന് രാവിലെ ഒരുപാട് വർഷക്കാലം കേരളത്തിലെ മുഖ്യമന്ത്രിയായും അതുപോലെ തന്നെ കേന്ദ്ര മന്ത്രിയായും അതുപോലെ കോൺഗ്രസിന്റെ സമുന്നത നേതാവായിട്ടുള്ള ആന്റണി സാറിനെയും അതുപോലെ തന്നെ രമേശ് ചെന്നിത്തല സാറിനെയും ഒക്കെ നേരിട്ട് ചെന്ന് കണ്ടു. ഉച്ചയ്ക്ക് ശേഷം CMനെ നേരിട്ട് ചെന്ന് കണ്ടു. അതുപോലെ തന്നെ അലോട്ട് ചെയ്തിട്ടുള്ള ഓഫീസിൽ കാര്യങ്ങളൊക്കെ ചെന്ന് കാണാനായിട്ട് സാധിച്ചു. പ്രധാനമായിട്ടും ഈ പോർട്ട്ഫോളിയോസ് ഒഫീഷ്യലി പ്രഖ്യാപിക്കുന്നതേ ഉള്ളൂ. സ്വാഭാവികമായിട്ടും പൊതുവായി സ്റ്റാഫുകളെയൊക്കെ പരിചയപ്പെടാനും പിന്നെ നമ്മുടേതായിട്ടുള്ള കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനും ഒക്കെയാണ് ഇന്നത്തെ ദിവസം പ്രയോജനപ്പെടുത്തിയത്. തീർച്ചയായും ജില്ലയിൽ നിന്നുള്ള 2 പതിറ്റാണ്ടിന് ശേഷമുള്ള ആദ്യ മന്ത്രിയാണ്, വനിതാ മന്ത്രി എന്ന പ്രത്യേകത. അങ്ങനെയൊക്കെയുള്ളൊരു ചരിത്രം കൂടി ഉണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ. വലിയ പ്രതീക്ഷയായിരിക്കുമല്ലോ ജനങ്ങൾക്കുള്ളത്. അത് ഒരു വലിയ ബേർഡനാണോ, അല്ലെങ്കിൽ ഈ ആളുകൾ ഒരുപാട് പ്രതീക്ഷിക്കും എന്നത് ഒരു ഭാരമാണോ, അല്ലെങ്കിൽ അതൊരു വലിയ ബാധ്യതയാകുമോ? ഇല്ല, അതൊരിക്കലും ബാധ്യത ആവില്ല. കാരണം ജനങ്ങൾ നമ്മളിൽ അർപ്പിക്കുന്ന വിശ്വാസവും പ്രതീക്ഷയും കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ് പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ഏതൊരു വ്യക്തിക്കും ചെയ്യാനുള്ളത്. അപ്പൊ അത് യാതൊരു തടസ്സവും കൂടാതെ അവരുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാനുള്ള പ്രയാണത്തിലായിരിക്കുമല്ലോ നമ്മൾ. അതിനെല്ലാവരുടെയും പിന്തുണയും അതുപോലെ തന്നെ അനുഗ്രഹവും ഒക്കെ ഉണ്ടാവണം എന്നുള്ളതാണ് എല്ലാവരോടുമുള്ള അഭ്യർത്ഥന. ഈ നമ്മൾക്കൊപ്പം അല്പം മുൻപ് മന്ത്രി ലിജു ഉണ്ടായിരുന്നു. ലിജുവിന്റെ അനുഭവങ്ങൾ നമ്മളിങ്ങനെ ചോദിക്കുകയായിരുന്നു. അതുപോലെ തന്നെയാണല്ലോ ടീച്ചറെ സംബന്ധിച്ചാണെങ്കിലും ആദ്യം ചേലക്കര ഡിവിഷനിൽ നിന്ന് ജയിച്ചാണ് തുടങ്ങുന്നതെങ്കിൽ പോലും പിന്നീട് ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ തോറ്റു. അങ്ങനെ ഒരു തുടർ പരാജയത്തിന്റെ ഒരു കയ്പുനീർ രുചിച്ചിട്ടാണ് ഇപ്പോൾ ഒരു വലിയ വിജയത്തിലേക്ക് പിന്നീട് അവിടെ നിന്ന് ആ മന്ത്രിസ്ഥാനത്തേക്ക് വരെ എത്തുന്നത്. ആ ഒരു കാലഘട്ടം, പരാജയങ്ങളുടെ കാലഘട്ടം എങ്ങനെയായിരുന്നു? 2000-ലാണ് ഞാൻ തൃശൂർ ജില്ലാ പഞ്ചായത്തിലേക്ക് ചേലക്കര ഡിവിഷനിൽ നിന്നും മത്സരിച്ച് വിജയിച്ചത്. വലിയ ഭൂരിപക്ഷം എനിക്കന്ന് ജനങ്ങൾ തന്നു. 5 വർഷം നന്നായിട്ട് ജില്ലാ പഞ്ചായത്ത് മെമ്പർ എന്നുള്ള നിലയിൽ പ്രവർത്തിക്കാനും സാധിച്ചു. ആ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആയിരിക്കുമ്പോഴാണ് 2001-ൽ ചേലക്കര നിയോജക മണ്ഡലത്തിലെ UDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് എന്നെ നിശ്ചയിക്കുന്നത്. അന്ന് LDF മന്ത്രിസഭയിലെ ഒരേയൊരു മന്ത്രിയാണ് നിയമസഭയിലേക്ക് മത്സരിച്ചത്. ബാക്കി മന്ത്രിമാരെല്ലാവരും മുഖ്യമന്ത്രി ഉൾപ്പെടെ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു. അങ്ങനെ ഒരേയൊരു മന്ത്രി മത്സരിച്ചത് ചേലക്കരയിലാണ്. അദ്ദേഹമായിരുന്നു എന്റെ എതിർ സ്ഥാനാർത്ഥി. സ്വാഭാവികമായിട്ടും വളരെ നല്ല രീതിയിൽ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിച്ചു. കഠിനാധ്വാനം ചെയ്തു. വളരെ നിസ്സാരമായിട്ടുള്ള വോട്ടുകൾക്കാണ്, 1320 വോട്ടുകൾക്കാണ് അന്ന് പരാജയപ്പെട്ടത്. പിന്നീട് ഈ ജില്ലാ പഞ്ചായത്ത് മെമ്പറുടെ ആ കാലഘട്ടത്തിൽ തന്നെ, അതായത് 5 വർഷത്തിന്റെ ഉള്ളിൽ തന്നെയാണ് 2004-ലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടന്നത്. അന്നും പാർട്ടി എന്നോട് മത്സരിക്കാൻ ആവശ്യപ്പെട്ടു. മത്സരിച്ചു. അന്ന് UDFന്റെ 20 സ്ഥാനാർത്ഥികളിൽ 19 പേരും പരാജയപ്പെട്ടു. അതിൽ ഒരാൾക്ക് മാത്രമാണ് വിജയിച്ചു വരാനായിട്ട് സാധിച്ചത്. അപ്പൊ ആ പരാജയപ്പെട്ട 19 പേരിൽ ഒരാൾ ഞാനായിരുന്നു. സ്വാഭാവികമായിട്ടും ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ സ്ഥാനാർത്ഥികളായിട്ട് മത്സരിക്കുന്ന എല്ലാവരും തന്നെ നമ്മുടെ പൂർണ്ണമായിട്ട് 100% കഠിനാധ്വാനം ചെയ്ത് നമ്മളെ അതിലേക്ക് സമർപ്പിക്കുക എന്നുള്ളതാണ് എല്ലാവർക്കും ചെയ്യാനുള്ളത്. ഞാനും 100% ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചു. പക്ഷെ ഒരു തെരഞ്ഞെടുപ്പാവുമ്പോൾ സ്വാഭാവികമായിട്ടും ജയം പരാജയം എന്നുള്ളത് ജനങ്ങൾ നിർണ്ണയിക്കുന്നതാണ്. അത് സംഭവിച്ചു. പക്ഷെ ആ ജയിച്ചാലും പരാജയപ്പെട്ടാലും പ്രസ്ഥാനത്തോടൊപ്പം ചേർന്ന് നിന്ന് പൊതുരംഗത്ത് നിൽക്കുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചെയ്തിട്ടുള്ളത്. ഈ ഒരു നിമിഷം വരെയും അതുതന്നെയാണ് ആ ഒരു നയത്തിലൂടെ തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. ഇപ്രാവശ്യം
2026 നമ്മുടെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കോങ്ങാട് നിയോജക മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാവാൻ അവസരം ലഭിച്ചു. അപ്പോൾ വളരെ നല്ല മത്സരമായിരുന്നു. എല്ലാ സ്ഥാനാർത്ഥികളും വനിതകളായിരുന്നു എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ കോങ്ങാട് നിയോജക മണ്ഡലത്തിന്റെ പ്രത്യേകതയായിരുന്നു. സ്വാഭാവികമായിട്ടും നല്ലൊരു പോരാട്ടം നടന്നു. ജനങ്ങളുടെ ഒരു അകമഴിഞ്ഞ പിന്തുണ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. എല്ലാ വിഭാഗം ജനങ്ങളുടെയും ഒരു പിന്തുണ ലഭിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് വിജയിച്ചു വരാനായിട്ട് സാധിച്ചത്. മണ്ഡല രൂപീകരണത്തിന് ശേഷം UDFന്റെ ആർക്കും അവിടെ വിജയിച്ചു വരാനായിട്ട് സാധിച്ചിട്ടില്ല. ഈ മണ്ഡലത്തിന് തൊട്ടു മുൻപ് ശ്രീകൃഷ്ണപുരം മണ്ഡലമായിരുന്നു. അന്നും കുറച്ച് വർഷങ്ങളായിട്ട് അത് തന്നെയായിരുന്നു അവസ്ഥ. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരുപാട് വർഷത്തിന് ശേഷം UDFന്റെ ഒരു പ്രതിനിധി അവിടെ വിജയിച്ചു വരുന്നു എന്നുള്ളത്, അതിനൊരു നിമിത്തമാവാൻ കഴിഞ്ഞു എന്നുള്ളത് എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായും രാഷ്ട്രീയമായും വളരെ അഭിമാനവും സന്തോഷവും പകരുന്ന ഒരു അനുഭവമാണ്. തീർച്ചയായും ടീച്ചർ, ഇതിപ്പോ പാലക്കാടിനെ സംബന്ധിച്ച് നോക്കിയാൽ ഈ പിന്നാക്ക മേഖലകൾ അട്ടപ്പാടി, പറമ്പിക്കുളം ഒക്കെ ഉൾപ്പെടുന്നതാണ് പാലക്കാട് ജില്ല. അപ്പോൾ ജില്ലയിലെ നിന്നുള്ള മന്ത്രി, 2 മന്ത്രിമാരുണ്ട്, ഷംസുദ്ദീൻ ഉണ്ട്, എങ്കിൽ പോലും ജില്ലയിൽ നിന്നുള്ള മന്ത്രി എന്ന നിലയിൽ വലിയ ഉത്തരവാദിത്തമാണല്ലോ. അവിടെ വലിയ പ്രതീക്ഷയും ജനങ്ങളെ സംബന്ധിച്ചുണ്ട്. ആ പ്രത്യേക മേഖലകൾ സംബന്ധിച്ച് എന്താണ് പ്ലാൻ? എങ്ങനെ ആ വിഷയങ്ങളിൽ ഇടപെടണം എന്നതാണ് പ്രതീക്ഷിക്കുന്നത്? ഞാനൊരു വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ ഞാനൊരു സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരു വ്യക്തിയാണ്. പട്ടിണിയും പ്രയാസവും സാധാരണക്കാരന്റെ ജീവിതത്തിൽ വരാവുന്ന ബുദ്ധിമുട്ടുകളും അതെല്ലാം തന്നെ വ്യക്തമായിട്ട് എന്റെ അനുഭവത്തിലൂടെ തന്നെ അറിയുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അതുകൊണ്ട് പാലക്കാട് ജില്ലയിലെന്നല്ല, കേരളത്തിലുടനീളമുള്ള സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ അത് തീർച്ചയായിട്ടും മറ്റാരും പറഞ്ഞു തരാൻ തന്നെ മനസ്സിലാക്കാൻ എനിക്ക് സാധിക്കും. ജനങ്ങളുടെ ആ ഒരു വിശ്വാസം കാത്തു സൂക്ഷിച്ചുകൊണ്ട് നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ച അട്ടപ്പാടി ഉൾപ്പെടെയുള്ള മേഖലകളിൽ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് വകുപ്പുകളുടെ കൃത്യമായിട്ടുള്ള ഒരു ഏകോപനം പല വികസന പ്രശ്നങ്ങളിലും തീർച്ചയായിട്ടും അത്യാവശ്യമാണ്. അപ്പോൾ എന്തൊക്കെയാണ് പോരായ്മകൾ എന്നുള്ളത് കൃത്യമായിട്ട് പഠിച്ച് അതിനെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ള ശ്രമം നടത്തും. ഒരു വ്യക്തി ഒറ്റയ്ക്ക് വിചാരിച്ചാൽ തീർച്ചയായിട്ടും വലിയ മാറ്റങ്ങളിലൂടെ കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല. എല്ലാവരുടെയും കൂട്ടായ്മയും പിന്തുണയും സഹകരണവും ഉറപ്പാക്കിക്കൊണ്ട് പ്രവർത്തിക്കണം എന്നുള്ളതാണ് എന്റെ മനസ്സിലുള്ളത്. തൃശൂർ ജില്ലയാണ് സ്വദേശം. അവിടെ നിന്ന് പാലക്കാടിന്റെ മരുമോളായി അവിടേക്ക് എത്തുന്നു. അതിനുശേഷം ഇപ്പോൾ പാലക്കാടിന്റെ മന്ത്രിയായി മാറിയിരിക്കുകയാണ്. ഈ മന്ത്രി സ്ഥാനമൊക്കെ വരുമ്പോൾ വലിയ സമൂഹ മാധ്യമങ്ങളിൽ വലിയ വിമർശനങ്ങളൊക്കെ ഉയരുന്നുണ്ട്. MP-യുടെ ഭാര്യ എന്ന നിലയിൽ അത് കാണുന്നുണ്ടോ, ശ്രദ്ധിക്കുന്നുണ്ടോ? അത് ഏതെങ്കിലും തരത്തിൽ അലോസരം ഉണ്ടാക്കുന്നുണ്ടോ, വിഷമം ഉണ്ടാക്കുന്നുണ്ടോ? എങ്ങനെയാണ് ആ വിമർശനങ്ങളെയൊക്കെ ചൂണ്ടിക്കാട്ടുന്നത്? ചിലർ പറയുന്നത് വലിയ പ്രിവിലേജ് ആണ്, മരുമോനെ എന്ന് പറഞ്ഞ് വിമർശിച്ചവരൊന്നും ഇത് കാണുന്നില്ല എന്ന് പറഞ്ഞാണ് ചിലർ പ്രതികരിക്കുന്നത്, ചിലർ അല്ലാതെയും പ്രതികരിക്കുന്നു. അപ്പോൾ 2 തരത്തിലും ഇത് സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയാണല്ലോ. എങ്ങനെ കാണുന്നു അതിനെയൊക്കെ? വിമർശിക്കുന്നവർ ഒരു കാര്യം ചിന്തിക്കണം, പ്രവർത്തിച്ചു തുടങ്ങി ആ പ്രവർത്തനത്തിൽ എന്തെങ്കിലും പോരായ്മകൾ വന്നാൽ വിമർശിക്കണം, അല്ലാതെ വിമർശിക്കുന്നതിൽ അടിസ്ഥാനമില്ല. അപ്പൊ നമ്മളൊരു പ്രവർത്തനം തുടങ്ങാൻ പോവുകയാണ്, ആ പ്രവർത്തനങ്ങളിൽ പോരായ്മകൾ വന്നാൽ തീർച്ചയായിട്ടും ആർക്കും വിമർശിക്കാം. വിമർശനം സ്വാഗതം ചെയ്യുന്നു. ഇതിപ്പോ മരുമോനെ വിമർശിച്ചത് നിങ്ങൾ പ്രവർത്തനം നോക്കിയാണോ എന്നതായിരിക്കും മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ നോക്കുന്നത്. ഇവിടെ ഇപ്പോൾ VK ശ്രീകണ്ഠൻ MP ഒരു മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ശേഷമുള്ള ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു. ആദ്യം അദ്ദേഹം നിയുക്ത മന്ത്രിക്കൊപ്പം എന്ന് പറഞ്ഞാണ് പോസ്റ്റ് ഇടുന്നത്. പക്ഷെ പിന്നീട് അത് എഡിറ്റ് ചെയ്ത് സഹധർമ്മിണി എന്നത് കൂടി ചേർത്തു. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു മാറ്റം? ആദ്യം അത് ഇടാതിരുന്നത് അബദ്ധമായി പോയി എന്ന് കരുതിയോ? അതോ എങ്ങനെയാണ് അത്? നിങ്ങൾ തമ്മിൽ ഡിസ്കസ് ചെയ്തിരുന്നോ, അറിഞ്ഞിരുന്നോ അത്? പിന്നീടാണ് സഹധർമ്മിണി എന്നത് ചേർക്കുന്നത്. ഇല്ല, ഞാൻ സാമൂഹ്യ മാധ്യമങ്ങൾ ശ്രദ്ധിക്കാനായിട്ട് ഇന്നലെയും ഇന്നും സാധിച്ചിട്ടില്ല. ഞാൻ തീർച്ചയായിട്ടും അദ്ദേഹത്തോട് ചോദിക്കാം, ഞാനത് കണ്ടിട്ടില്ല. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.